കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളമീ വണ്ണം ശ്രദ്ധയോടെ വസിക്കേണമേവരും. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാശ്രു പരിപ്ലൂതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. മത്തനെ പോലെ നൃത്തം കുതിക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സാധനയിലെ മറ്റൊരു രഹസ്യമായ മാർഗത്തെക്കുറിച്ചാണ് ഈ വരികളിലൂടെ പൂന്താനം ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് സാധനയിലേക്ക് ഒരു ഭക്തൻ കടന്നു വരേണ്ടത് എന്ന് വിശദമായി തന്നെ പൂന്താനം ഈ വരികളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നാം എല്ലാവരും സാധനയിലേക്കും തപസ്സിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്ങനെ ജപിക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട്. എവിടെയാണ് ജപിക്കേണ്ടത്, എങ്ങനെ ജപിക്കണം എന്ന് പലരും ചോദിക്കുന്നു. ചിലർ ചോദിക്കും ഉച്ചത്തിൽ ജപിക്കണോ, ചിലർ ചോദിക്കും മനസ്സിലാണോ ജപിക്കേണ്ടത്, ചിലർ ചോദിക്കും അല്ല തീരെ ജപിക്കേണ്ട ആവശ്യമില്ലേ. യഥാർത്ഥത്തിൽ ജപിക്കുന്നത് ഉച്ചത്തിലോ അല്ലെങ്കിൽ പതുക്കെയോ അല്ലെങ്കിൽ മനസ്സിലോ എന്നതിനേക്കാൾ ജപിക്കുന്നതിനുള്ള മാനസിക സംസ്കാരം എന്താണ് എന്നതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ശക്തി കൂടാതെ ജപിക്കണം, ഭക്തി നിറഞ്ഞിട്ട് ജപിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ജപിക്കുകയാണെങ്കിൽ മനസ്സിൽ ഭക്തി ഉണ്ടാകണം. ആസക്തിയോടുകൂടി ജപിക്കരുത്. ഇന്ന കാര്യം കിട്ടാൻ വേണ്ടി ജപിക്കുക, പരീക്ഷയിൽ 100 മാർക്ക് കിട്ടാൻ വേണ്ടി ജപിക്കുക. ഇങ്ങനെ ജപിക്കുമ്പോൾ അതൊരു പ്രയാസം സൃഷ്ടിക്കും. കാരണം അഥവാ അത്രയും മാർക്ക് കിട്ടിയില്ലെങ്കിൽ, ജോലി കിട്ടിയില്ലെങ്കിൽ വിശ്വാസം കുറയാൻ അത് മതി. അങ്ങനെ ജപിക്കണം എന്നല്ല, മറിച്ച് ശക്തിയില്ലാതെ ജപിക്കണം, ഭക്തിയോടുകൂടി ജപിക്കണം. നമുക്കൊരു കണ്ടീഷനും വേണ്ടതില്ല. ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ മനസ്സിൻ്റെ സംസ്കരണം ആദ്യം ഉണ്ടാകണം. ഏതൊരു സാധകനാകാനുമുള്ള ആദ്യ യോഗ്യത വിനയമാണ്, വിനമ്രതയാണ്. ആദ്യമായി വേണ്ടത് അഹങ്കാരമില്ലായ്മയാണ്. നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, നമ്മുടെ മുമ്പിലുള്ള ഓരോ ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട്. നാം പലപ്പോഴും ചോദിക്കാറുണ്ട് ഈശ്വരൻ എവിടെയാണ്. നാം പറയും ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. ഒന്നുകൂടി നാം ചോദിക്കുന്നു ഈശ്വരൻ എവിടെയാണ്. ഈശ്വരൻ എൻ്റെ ഹൃദയത്തിലാണ് എന്ന് പറയും. ഒരു ചോദ്യത്തിന് 2 ഉത്തരങ്ങൾ വളരെ ദുർലഭമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈശ്വരൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് 2 ഉത്തരമുണ്ട്. ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തുമുള്ള ഈശ്വരൻ, എൻ്റെ ഹൃദയത്തിലുമുള്ള ഈശ്വരൻ എൻ്റെ തൊട്ടടുത്തുള്ള ആളിലും ഉണ്ട്. എല്ലായിടത്തുമുള്ളത് ഈശ്വരനായതുകൊണ്ട് എൻ്റെ തൊട്ട് മുമ്പിലുള്ള ആളിലും ഈശ്വരനുണ്ട്. അതുകൊണ്ട് സർവ്വചരാചരങ്ങളുടെ മുമ്പിലും യാതൊരു ലജ്ജയുമില്ലാതെ അവരെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നാം അച്ഛനമ്മമാരെ ആദ്യം നമസ്കരിക്കുന്നത്. കാരണം നമുക്ക് നമസ്കരിക്കാൻ, ലജ്ജ കൂടാതെ നമസ്കരിക്കാൻ കിട്ടുന്ന ആദ്യത്തെ ദൈവങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ. വേദത്തിൽ പറയുന്ന പുരുഷൻ അച്ഛനെയും അമ്മയെയും ആചാര്യനെയും നമസ്കരിക്കുന്നവനാണ്, ഉൾക്കൊള്ളുന്നവനാണ്. അതിനാൽ അച്ഛനെയും അമ്മയെയും ആചാര്യനെയും നമസ്കരിക്കുക. കാരണം അവരിൽ ഈശ്വരനുണ്ട്. എല്ലാ ചരാചരങ്ങളെയും നമസ്കരിക്കാൻ സാധിക്കുന്നു.
അതേപോലെ വന്ദിതന്മാരെ നമസ്കരിക്കാൻ സാധിക്കുക. കാരണം അതിഥികൾ, ഋഷിമാർ, സന്യാസിമാർ, അവരെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അവരുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട്. ആ ഈശ്വര ചൈതന്യത്തെ നമുക്ക് നമസ്കരിക്കാൻ കഴിയണം. നമ്മുടെ ഉള്ളിലുള്ള വിനമ്രത, നമ്മുടെ ഉള്ളിലുള്ള വിനയം, നമ്മുടെ ഉള്ളിലുള്ള അന്ധക്കരണത്തിൻ്റെ സംസ്കരണമാണ് ഒരു സാധനയിലേക്ക് ഒരാൾ കടന്നു വരുന്നതിനുള്ള ആദ്യത്തെ യോഗ്യത. അല്ലാതെ ജപിക്കുന്നത് ഉച്ചത്തിലായാലും പതുക്കെയായാലും മനസ്സിലായാലും ആദ്യം വേണ്ടത് അന്ധക്കരണ സംസ്കരണമാണ് എന്ന് പൂന്താനം വളരെ മനോഹരമായ ഭാഷയിൽ അതിലളിതമായി നമ്മോട് പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും ജപിക്കാൻ ആരംഭിക്കുന്നവരാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് എങ്ങനെ ജപിക്കണം എന്ന്. ആ ആഗ്രഹത്തിനുള്ള ആദ്യത്തെ വിധിയാണ് പൂന്താനത്തിൻ്റെ വിനമ്രതയോടുകൂടി, ഭക്തിയോടുകൂടി, ആഗ്രഹങ്ങളില്ലാതെ ജപിക്കാൻ ആരംഭിക്കൂ ഇന്നു മുതൽ എന്ന്.